ആരോ ഒരാൾ ഭാഗം 44. മെർലിൻ, നീ വേണമെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ കിടന്നോളൂ. അവിടെ തനിച്ചു കിടക്കണ്ട. സ്നേഹത്തിന്റെ സ്വാർത്ഥത കൊണ്ട് നിന്നോട് വല്ലതുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാ. അകത്തേക്ക് പോയ ജാസ്മിൻ പെട്ടെന്ന് തിരികെ എത്തി പറഞ്ഞു. താങ്ക്സ് ജാസ്മിൻ. വഴക്കും പിണക്കവും ഒക്കെ സൗഹൃദത്തിൽ പോലും സാധാരണമല്ലേ? അതൊക്കെ ഞാൻ എപ്പോഴോ മറന്നു. മെർലിൻ എന്തൊക്കെയോ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ന് രാത്രി നിന്റെ കൺമുമ്പിൽ വെച്ച് നീ പ്രാണനായി കരുതുന്നവനെ എനിക്ക് സ്വന്തമാക്കണം. ആ കാഴ്ച നിനക്കൊരിക്കലും താങ്ങാനാകില്ലെന്ന് എനിക്കറിയാം. ഒന്നുകിൽ നീ ഹൃദയം പൊട്ടി മരിക്കും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. രണ്ടായാലും എനിക്കൊരു കൊലപാതകം ലാഭം. എന്നിട്ട് വേണം നിന്റെ സ്വത്തുകൂടി എൻ്റേതാക്കി മാറ്റാൻ. മെർലിനെ നോക്കി മനുഷ്യരൂപമുള്ള ആ പിശാച് മനസ്സിൽ ഉരുവിട്ടു. അല്ലടാ, താനൊന്നും പറഞ്ഞില്ല. എന്തൊക്കെയോ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന മെർലിനെ നോക്കി ജാസ്മിൻ വീണ്ടും ചോദിച്ചു. വേണ്ട ജാസ്മിൻ, എനിക്കും അല്പം ഏകാന്തത ആവശ്യമാണ്. വല്ലാത്ത ടെൻഷനും മടുപ്പും. ഭക്ഷണം കഴിച്ചിട്ട് ഞാനും ഇറങ്ങുക. മെർലിൻ ശബ്ദത്തിൽ ആവോളം നിരാശ നിറച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ, നിനക്ക് എന്നോടുള്ള പിണക്കം മാറിയെന്ന് തോന്നുന്നില്ല. എന്തായാലും നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഞാൻ പറഞ്ഞെന്നു മാത്രം. നിനക്ക് ഞങ്ങളോടൊത്ത് ചെലവഴിക്കാനുള്ള അവസാന ചാൻസാണിത്. അടുത്ത ആഴ്ച ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ദുബായിലേക്ക് പറക്കും. പിന്നെ നിനക്കും ഞങ്ങൾക്കും വേറെ വേറെ ലോകങ്ങളാണ്. ആവനാഴിയിൽ നിന്ന് ആവോളം അമ്പുകൾ തൊടുത്ത് ജാസ്മിൻ മെർലിന്റെ ചെവിയിൽ പറഞ്ഞു. എൻ്റെ മോളെ, നീ ഇവിടെ ഇവളോട് കിഞ്ഞാരം പറഞ്ഞു നിൽക്കാതെ പെട്ടെന്ന് മുറിയിലേക്ക് ചെല്ല്. കുറച്ചു നേരം ഒന്ന് വിശ്രമിക്ക്. ഈ രാത്രി വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. സൂസൻ അവർക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് അമ്മക്കുട്ട. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സൂസന്റെ കവിളിലൊന്ന് ഞോണ്ടിക്കൊണ്ട് ജാസ്മിൻ കുതിരയെ പോലെ അകത്തേക്ക് ഓടി. എൻ്റെ മമ്മി, എന്നാ ഒടുക്കത്തെ അഭിനയമായത്. ഈ അഭിനയം ബിഗ് സ്ക്രീനിലായാൽ ഓസ്കാർ ഉറപ്പാ. മെർലിൻ സൂസന്റെ ചെവിയിൽ പറഞ്ഞു. ഞാൻ കേട്ടു അവളോട് ചൊറിയുന്ന വർത്തമാനം. എങ്ങനെയെങ്കിലും എൻ്റെ കൊച്ചിനെ വേദനിപ്പിക്കാനുള്ള പുറപ്പാടാണ്. അവൾക്ക് കൊടുക്കാനുള്ളത് നമുക്ക് വഴിയേ കൊടുക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, മമ്മിക്ക് ചെറിയൊരാഗ്രഹമുണ്ട്. എൻ്റെ കൊച്ചതൊന്ന് സാധിച്ചു തരണം. പറ്റില്ലെന്ന് മാത്രം പറയരുത്. അത് പറയുമ്പോൾ സൂസന്റെ ശബ്ദം വല്ലാതെ താഴ്ന്നിരുന്നു. എന്താ മമ്മി? എൻ്റെ മമ്മിയുടെ ഏതാഗ്രഹവും ഈ മെർലിൻ സാധിച്ചു തരും. അതിപ്പോൾ എൻ്റെ ജീവൻ വേണമെങ്കിൽ അതും. മെർലിൻ സൂസന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഈശോയെ, ഈ കൊച്ച് ഇതെന്നാ ഭാവിച്ചാ? ജീവൻ തന്നാൽ പിന്നെ എനിക്ക് പേരക്കുട്ടികളെ വേറെ ആരാ തരുന്നത്? സൂസന്റെ വാക്കുകൾ കേട്ടപ്പോൾ മെർലിന്റെ മുഖം ചുവന്നു തൊടുത്തു. പെണ്ണിന്റെ നാണം കണ്ടില്ലേ? അതൊന്നുമല്ല കാര്യം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അറിവ് വെച്ച് പ്രായം മുതൽ റോഷൻ നിന്റേതാണെന്ന് സ്വപ്നം കണ്ടല്ലേ നീ നടന്നത്. പക്ഷേ ഒരിക്കൽ പോലും അവനെ സ്വന്തമാക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ രാത്രി അത് ജാസ്മിനുള്ളതല്ല, മെർലിൻ്റെതാണ്. നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ളതാണ്. ഈ രാത്രി പുലരുവോളം നിങ്ങൾ സംസാരിച്ചിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കാനായി മമ്മിയുടെ ഒരു കൊച്ചു സമ്മാനം. മറ്റൊരാൾക്ക് സ്വന്തമായതിനെ നാണമില്ലാതെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന അവൾക്കുള്ള ഏറ്റവും വലിയ സമ്മാനമായിരിക്കണം ഈ രാത്രി. ഈ ലോകത്ത് ഒരമ്മായിയമ്മയും മരുമകളോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകില്ല. പക്ഷേ ഇത് തികച്ചും അനിവാര്യമാണ്. ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന പാരിതോഷികം. സൂസൻ വാശിയോടെ പറയുമ്പോൾ മെർലിൻ ഒരു അത്ഭുത ജീവിയെ എന്നതുപോലെ അവരെ നോക്കി. മമ്മി, ഞാൻ. ഉള്ളിൽ സന്തോഷം നിറയുമ്പോഴും ഇടറുന്ന വാക്കുകളോടെ മെർലിൻ സൂസനെ നോക്കി. സോറി മോളെ. മോളെ പോലെ ഒരു നല്ല പെൺകുട്ടിക്ക് സാധിക്കാത്ത കാര്യമാണ് ഈ മമ്മി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ അമ്മ എവിടെയെങ്കിലും ഒന്ന് വിജയിച്ചോട്ടെ. എൻ്റെ സച്ചുവിൻ്റെ ജീവന് പകരമായി ഇത്രയെങ്കിലും ഒരു അമ്മ ചെയ്തില്ലെങ്കിൽ. സൂസൻ ഭ്രാന്തമായ ആവേശത്തോടെ പറഞ്ഞു. മമ്മി, എനിക്ക് വിശക്കുന്നു. മെർലിൻ എന്തോ പറയാനായി തുടങ്ങി. പക്ഷേ അതിനു മുൻപ് ജാസ്മിൻ അവർക്കിടയിലേക്ക് കടന്നു വന്നു. ആ മോളെ, എല്ലാം റെഡിയാണ്. റോഷനെയും വിളിച്ചിട്ട് നിങ്ങൾ ഇരുന്നോളൂ, ഇപ്പോൾ കൊണ്ടുവരാം. സൂസൻ മനോഹരമായ ഒരു പുഞ്ചിരി ജാസ്മിന് സമ്മാനിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. പുറകെ മെർലിനും. കർത്താവ്, ഇതെന്താ ഓന്തോ? എത്ര പെട്ടെന്നാ നിറം മാറുന്നത്? കറി നിറച്ച പാത്രം കയ്യിലേക്ക് എടുത്തുകൊണ്ട് മെർലിൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. നിങ്ങളെയൊക്കെ കണ്ടല്ലേ ഞാൻ പഠിക്കുന്നത്, പിന്നെ എങ്ങനെയാ? പെട്ടെന്നെടുത്തോ, അല്ലെങ്കിൽ അവൾ നിന്നെ പിടിച്ചു തിന്നും. ചെറിയ ചിരിയോടെ അത് പറഞ്ഞിട്ട് സൂസൻ ഭക്ഷണവുമായി ടേബിളിലേക്ക് നടന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിന്റെ മുഖത്ത് മിന്നിമറയുന്ന ഭാവം കോപ്രായങ്ങൾ പോലെയാണ് അവർക്ക് തോന്നിയത്. പ്രണയത്താലും കാമത്താലും വിവശയായ അവൾക്ക് ഒരു വേശ്യയുടെ ഭാവമായിരുന്നു. അവളെ മാത്രം ശ്രദ്ധിച്ചിരുന്ന സൂസനും മെർലിനും ആ കാഴ്ച കണ്ട് രസിക്കുകയായിരുന്നു.
ജാസ്മിൻ വാരി ഊട്ടുകയും തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ ടേബിളിന് കീഴെ റോഷന്റെ കാലുകൾ അവന്റെ ഇണയെ തേടുകയായിരുന്നു. മെർലിൻ കണ്ണുരുട്ടി ആരും കാണാതെ അവനെ പേടിപ്പിക്കുന്നുമുണ്ടായിരുന്നു. ഇടയ്ക്ക് മെർലിൻ കുസൃതിയോടെ തന്റെ കാലുകൾ പിൻവലിച്ചപ്പോൾ റോഷന്റെ കാലുകൾ അറിയാതെ ചെന്നു പതിച്ചത് സൂസന്റെ കാലിലായിരുന്നു. മോനെ റോഷ, അവർ സ്നേഹത്തോടെ വിളിച്ചു. എന്താ മമ്മി? കാലുകൾ കൊണ്ടുള്ള കുസൃതി തൊടുന്നുകൊണ്ട് അവൻ ഭാവഭേദമില്ലാതെ ചോദിച്ചു. അല്ല മോനെ, എന്തായാലും ഈ ചിക്കൻ ബിരിയാണി മുഴുവനും നിനക്കുള്ളതാ. പിന്നെ എന്തിനാടാ മോനെ ഈ ആക്രാന്തം? നോക്കിയും കണ്ടുമൊക്കെ കഴിച്ചില്ലെങ്കിൽ കാല് മാറിപ്പോകും. റോഷൻ ഞെട്ടലോടെ കാലുകൾ പിൻവലിച്ചു. അവന്റെ മുഖം വിളറി വെളുത്തു. അത് കണ്ട മെർലിൻ വാപൊത്തി ചിരിച്ചു. അതെ മമ്മി, ഇവന് വല്ലാത്ത ആക്രാന്തമാ. ഞാൻ എല്ലാം തീർത്തു കൊടുക്കുന്നുണ്ട്, ജാസ്മിൻ അർത്ഥം വെച്ച് പറഞ്ഞു. ഓവ്, നന്നായിട്ട് വെള്ളമിറക്ക്. ബിരിയാണി കിട്ടിയത് തന്നെ. ആ ബിരിയാണി അർഹതയുള്ള പാത്രത്തിലെ വിളമ്പൂ, മനസ്സിൽ പറഞ്ഞുകൊണ്ട് സൂസൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. മോളെ, ഈ പാല് കുടിച്ചിട്ട് പൊയ്ക്കോ. കൈ കഴുകി തിരിഞ്ഞപ്പോൾ സൂസൻ ജാസ്മിനെ വിളിച്ചു പറഞ്ഞു. എനിക്ക് വേണ്ട മമ്മി, പാല് കുടിച്ചാൽ ഉറക്കം വരും. എനിക്ക് ഇവനോട് കുറച്ചധികം സംസാരിക്കാനുണ്ട്, ജാസ്മിൻ ചിണുങ്ങി. അതിനവൻ നിന്നെ ഉറക്കിയിട്ട് വേണ്ടേ മോളെ? മോള് പാല് കുടിക്ക്. നല്ല ബദാം പരിപ്പും അണ്ടിപ്പരിപ്പും ഒക്കെ മിക്സ് ചെയ്ത പാലാ. അതൊക്കെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഉറക്കവും ക്ഷീണവും ഒക്കെ പമ്പ കിടക്കും. സൂസൻ അർത്ഥം വെച്ചു പറയുന്നത് കേട്ട് ജാസ്മിൻ വല്ലാതെ ചുവന്നു തൊടുത്തു. എൻ്റെ ആമി, നീ ധൈര്യമായിട്ട് പാല് കുടിച്ചോ, ഒരു ടെൻഷനും വേണ്ട. ഈ രാത്രിയും ഈ വീടും നമ്മുടേതാണ്. ഞാൻ നിന്നെ ഉറക്കില്ല, അതുപോരെ. അവളുടെ ചെവിയിൽ റോഷൻ അത് പറയുമ്പോൾ ജാസ്മിൻ വികാരപരവശിയായി പുളകം കൊള്ളുകയായിരുന്നു. പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ അവൾ ഒറ്റ വലിക്ക് ആ പാല് കുടിച്ചു. ഞാൻ മുറിയിലേക്ക് പോവാ, കുറച്ച് കാര്യങ്ങളുണ്ട് മമ്മി, അങ്ങോട്ട് വന്നേരെ കേട്ടോ. അത് പറഞ്ഞ് മുറിയിലേക്ക് പോകുന്ന അവളെ കണ്ടപ്പോൾ എല്ലാവരും വാപുത്തി ചിരിച്ചു. ഒരു 20 മിനിറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ സംഗതി ഓക്കെയാ. എൻ്റെ പൊന്നു മോനെ റോഷ, അതുവരെ നീ ഒന്ന് സൂക്ഷിച്ചും കണ്ടു നിൽക്കണേ. എന്നാൽ പിന്നെ മമ്മി പോയി റെഡിയാകട്ടെ. എൻ്റെ റോൾ ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട്, ബാക്കിയൊക്കെ നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും. മോളെ മെർലിനെ, പറഞ്ഞതൊന്നും മറക്കണ്ട കേട്ടോ. സൂസന്റെ വാക്കുകൾ കേട്ട് മെർലിൻ കിളി പോയതുപോലെ നിന്നു. ഡാ, എന്താ മമ്മി പറഞ്ഞത്? റോഷൻ മെർലിനോട് അല്പം ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു. അയ്യേ, അതൊന്നും പറയാൻ പറ്റത്തില്ല, അതൊക്കെ സമയമാകുമ്പോൾ പറയാം. മോനിപ്പോൾ തൽക്കാലം മുറിയിലേക്ക് പോകാൻ നോക്ക്. ഡാ പ്ലീസ്. അവൻ അവൾക്ക് നേരെ കൈകൂപ്പി. എടാ മോനെ, നീ ചോദിക്കേണ്ട, അവൾ പറയത്തില്ല. അത് വേറൊന്നുമല്ല, പറ്റുമെങ്കിൽ നിന്നെ ഒന്ന് കറക്കിയെടുത്തേക്കാൻ പറഞ്ഞതായിരുന്നു. എന്തായാലും അവളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. മോനെ റോഷ, നീയെങ്കിലും തറവാടിൻ്റെ മാനം കാത്തേക്കണേ. ആ കാഴ്ച കണ്ടുകൊണ്ട് വന്ന സൂസൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനി പ്രത്യേകിച്ച് പറയണോ? സ്വർഗത്തിലെ കട്ടുറുമ്പാകാതെ മമ്മി പോകാൻ നോക്ക്. സൂസൻ സന്തോഷത്തോടെ യാത്ര പറഞ്ഞിറങ്ങി. നടന്നത് തന്നെ, അതിനെൻ്റെ കുഞ്ഞു മഞ്ഞു കൊള്ളണ്ട, മെർലിൻ പതിഞ്ഞ ശബ്ദത്തിൽ ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു. ദേ മമ്മി, കൊച്ചുകുട്ടികളെ പോലെ ഉറക്കെ വിളിച്ചു കൂവുന്ന അവനെ നോക്കി മെർലിൻ വാ പൊളിച്ചു. എന്നതാടാ കൊച്ചെ, പോകാനും സമ്മതിക്കില്ലേ? സൂസൻ പോയ പോക്കിന് തിരിച്ചു വന്നുകൊണ്ട് ചോദിച്ചു. അല്ല, മമ്മിയുടെ ആഗ്രഹം അതിപ്പോൾ ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ലല്ലോ. അതിന് മമ്മിയുടെ മരുമോള് കൂടി വിചാരിക്കണം. ഇവൾക്ക് എന്താണെന്നറിയത്തില്ല, ഒരു പിൻവലിവ്. എന്തായാലും ഞാൻ എൻ്റെ ലെവൽ ബെസ്റ്റാക്കാൻ ശ്രമിക്കാം, ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോ. അവൻ തമാശ പറഞ്ഞുകൊണ്ട് മമ്മിക്ക് നേരെ കൈകൂപ്പി. അതിന് നിന്റെ അത്ര എക്സ്പീരിയൻസ് അവൾക്കില്ലല്ലോ. എടി കൊച്ചെ, ഒന്ന് സഹകരിച്ചേക്കണേ. സാധിക്കുമെങ്കിൽ ഒരു 9 മാസം കഴിയുമ്പോൾ 2 എണ്ണത്തിനെ കയ്യിൽ വെച്ച് തന്നാലും മമ്മിക്ക് സന്തോഷമേ ഉള്ളൂ. സൂസൻ അവർ കേൾക്കാൻ മാത്രമായി പറഞ്ഞു. അയ്യേ, ഈ മമ്മിക്കൊരു നാണവുമില്ലേ? ഒരു മരുമോളോട് പറയേണ്ട വർത്തമാനമാണോ ഇത്? മെർലിൻ ചുണ്ടുകൾ കുറിപ്പിച്ചു. നാണമില്ലാതെ ചിലതൊക്കെ പറഞ്ഞാലേ ചിലതൊക്കെ നടക്കൂ, അല്ലേ മമ്മി? ആ ബെസ്റ്റ്. കുറച്ചുകൂടി ഉറക്കെ പറ, അവൾ കേട്ടോണ്ട് വന്നാൽ പലതും നടക്കും. അപ്പോൾ പിന്നെ രാത്രിയിൽ യാത്രയില്ല. എല്ലാം പറഞ്ഞതുപോലെ തന്നെ. സൂസൻ തമാശ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ കാർ സ്റ്റാർട്ടാകുന്ന ശബ്ദവും കേട്ടു. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. നമ്മൾ ഈ കളിക്കുന്ന കളി തീക്കളിയാണ്. എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ. മുഖം നിറയെ ടെൻഷനുമായി മെർലിൻ പറഞ്ഞു. ഇല്ലടാ, ഒന്നും സംഭവിക്കില്ല. ഈ ജീവിത നാടകത്തിൽ ഇങ്ങനെ ഒന്നുകൂടി ബാക്കിയുണ്ടായിരുന്നു. എന്തായാലും അഭിനയിക്കാതെ വയ്യ. ഇപ്പോഴത്തെ റോഷൻ അവൻ ഉറപ്പുള്ളവനാ. ഈ ശരീരത്തിലും മനസ്സിലും ഒരേ ഒരു പെണ്ണേ ഉള്ളൂ. ആ പെണ്ണിനല്ലാതെ വേറെ ആർക്കും. റോഷ്, ഐ ആം വെയിറ്റിംഗ്. റോഷൻ വാക്കുകൾ മുഴുവനാക്കും മുൻപ് മുകളിൽ നിന്നും ജാസ്മിൻ്റെ ശബ്ദം കേട്ടു. വാടി, നമുക്ക് മുകളിലേക്ക് പോകാം.
റോഷൻ മെർലിൻ്റെ കയ്യിൽ പിടിച്ചു. അയ്യോ, അവളെങ്ങാനും കണ്ടോണ്ട് വന്നാൽ എല്ലാം കുളമാകും. നീ പൊയ്ക്കോ, ഞാൻ സച്ചുവേട്ടൻ്റെ മുറിയിലുണ്ടാകും, മെർലിൻ ഭയത്തോടെ പറഞ്ഞു. അത് പറ്റില്ല. ഇനിയുള്ള ഓരോ നിമിഷങ്ങളും നീ എന്നോടൊപ്പം ഉണ്ടാകണം. ഞാൻ മുറിയിലേക്ക് ചെന്നിട്ട് അവളെ എങ്ങനെയെങ്കിലും ഒരു നിമിഷത്തേക്കിന് അവിടുന്ന് മാറ്റാം. ആ സമയത്ത് നീ എൻ്റെ ബെഡിൻ്റെ ഓപ്പോസിറ്റ് താഴത്തെ കബോർഡിൽ കയറിക്കൊള്ളണം. ഞാനത് നിനക്ക് വേണ്ടി ഒഴിവാക്കിയിട്ടുണ്ട്. റോഷൻ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു. അവർ പതുക്കെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. മെർലിനെ പുറത്തു നിർത്തി റോഷൻ അകത്തേക്ക് നടന്നു. റോഷൻ, കമോൺ. കൈകൾ വിരിച്ച് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ സ്ത്രീ രൂപത്തെ റോഷൻ ഒന്ന് നോക്കി. വെണ്ണക്കല്ലിൽ കൊത്തിയ ശില്പം പോലെ ആരെയും മത്തുപിടിപ്പിക്കുന്ന സ്ത്രീ ശരീരം, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനിടയിൽ കൂടി നിറഞ്ഞ മാറിടം. അത് കണ്ടപ്പോൾ റോഷനുള്ളിൽ നിന്ന് എന്തോ തികട്ടി വരുന്നത് പോലെ തോന്നി. ഛർദ്ദിക്കാൻ വരും പോലെ. എടോ, തൻ്റെ മുഖത്തെന്തോ, ഒന്ന് പോയി ഫ്രഷായിട്ട് വാ. അവളുടെ അടുത്തേക്ക് എത്തി ആ മുഖത്തൊന്ന് തലോടി ഉണർത്തിയിട്ട് റോഷൻ പറഞ്ഞു. ഹേയ്, അങ്ങനെയാവാൻ വഴിയില്ല. എന്തായാലും ഞാൻ ഒന്നുകൂടി ഫ്രഷായിട്ട് വരാം. ഇനിയിപ്പോൾ ആ കുറവ് വേണ്ട. അവൾ പതുക്കെ വാഷ്റൂമിലേക്ക് നടന്നു. ആ നിമിഷം കൊണ്ട് തന്നെ റോഷൻ മെർലിനെ റൂമിലേക്ക് വലിച്ചു കയറ്റി. ആ കവളിൽ ഒന്നമർത്തി ചുംബിച്ചിട്ട് അവളെ ആ കബോർഡിലേക്ക് കയറ്റി. അത് പതുക്കെ ചാരി. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ മെർലിന് ആ റൂമിലെ കാഴ്ചകൾ കാണാനാകുന്നുണ്ടായിരുന്നു. നീ എന്നെ കളിയാക്കിയതാ അല്ലേ? പരിഭവം നിറഞ്ഞ ചോദ്യത്തോടെ ജാസ്മിൻ പുറത്തേക്ക് വന്നു. കബോർഡിൽ ഇരുന്ന് തന്നെ ആ സ്ത്രീ സൗന്ദര്യത്തിന് ശില്പഭംഗി മെർലിൻ നോക്കി കാണുകയായിരുന്നു. ഒരു പുരുഷനെ ആകർഷിക്കാൻ ജാസ്മിൻ്റെ സമൃദ്ധമായ മുടി ഒന്നു മാത്രം മതിയെന്ന് മെർലിന് തോന്നി. വസ്ത്രത്തിനുള്ളിൽ ജ്വലിക്കുന്ന അവളുടെ സൗന്ദര്യം ഏതൊരു പുരുഷനെയും വശീകരിക്കാൻ പോകുന്നതായിരുന്നു. ഇനിയും വരുന്ന കാഴ്ചകൾ കാണാനാവാതെ അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. ജാസ്മിൻ ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും റോഷനിൽ വിയർപ്പ് നിറഞ്ഞു. തല കറങ്ങി താഴെ പോകും പോലെ ഒരു തോന്നൽ. അവൻ ഒരു കല്ലുപോലെ അനങ്ങാനാവാതെ നിന്നു. റോഷൻ, ജാസ്മിൻ ഒരു വേശ്യയുടെ ഭാവത്തോടെ വിളിച്ചു. കർത്താവേ, പണി പാളിയോ? മമ്മി കൊടുത്ത ഉറക്ക ഗുളിക ഫലിച്ചില്ലെന്ന് തോന്നുന്നു. ഈ പിശാചിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുക? വിയർപ്പ് കണങ്ങൾ കൈകൾ കൊണ്ട് തുടച്ചു നീക്കിക്കൊണ്ട് റോഷൻ ആലോചിച്ചു. റോഷൻ, ദേ ഇങ്ങോട്ട് നോക്കുകേ, നിനക്കുള്ളതാ എല്ലാം. അവളുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന അറപ്പ് തോന്നുന്ന ജൽപ്പനങ്ങൾ കാതിൽ മുഴങ്ങിയപ്പോൾ റോഷന് ആ മുറിയിൽ നിന്നും ഇറങ്ങി ഓടാൻ തോന്നി. ഇതൊരു ഗെയിമാണ്, ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഗെയിം. ഇതിൽ പരാജയപ്പെടാൻ പാടില്ല. ഉള്ളിലിരുന്ന് ആരോ താക്കീത് കൊടുത്തപ്പോൾ അവൻ പതുക്കെ കണ്ണുകൾ ഉയർത്തി നോക്കി. മുംബൈ തെരുവുകളിൽ പണത്തിനു വേണ്ടി സ്വന്തം ശരീരം നിൽക്കുന്ന ഒരു വേശ്യ സ്ത്രീയുടെ എല്ലാ ലക്ഷണങ്ങളും ഒത്തൊരുമിച്ചതുപോലെയായിരുന്നു അവളുടെ വേഷവും ഭാവവും. റോഷൻ ഒരു തളർച്ചയോടെ കട്ടിലിലേക്കിരുന്നു. ജാസ്മിൻ അവൻ അരികിലേക്ക് വന്ന് ഒരു കാലുയർത്തി ബെഡിലേക്ക് വെച്ചു. ഒരു ബാർ ഡാൻസറെ പോലെ പാതി അടർന്നു വീണ അവളുടെ നഗ്നത അവനിൽ അറപ്പുളവാക്കി. റോഷ്, അവളുടെ ശബ്ദം കുഴഞ്ഞു. റോഷൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞു. മമ്മിയുടെ ടാബ്ലറ്റ്സ് പണി തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ 1-2 മിനിറ്റ്, അത് കഴിയുമ്പോൾ സംഗതി ഡീൽ. അതുവരെ അവൾക്ക് സംശയം തോന്നാത്തതുപോലെ അവളെ ആവോളം കൊതിപ്പിക്കാം. റോഷൻ്റെ കൈകൾ അവളുടെ മുടിയിഴകളെ തഴുകി. അവൾ വല്ലാത്തൊരാവേശത്തോടെ അവൻ്റെ ശരീരത്തിലേക്ക് പടർന്നു കയറാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ ഭാരം കൂടുന്നത് റോഷൻ അറിഞ്ഞു. അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ സർവ്വശക്തിയും എടുത്ത് അവളെ തള്ളി മാറ്റി. ജാസ്മിനിൽ നിന്നൊരു അപശബ്ദമുയർന്നു. അവൾ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ റോഷൻ എഴുന്നേറ്റ് അവളുടെ കാലിൽ പിടിച്ച് ബെഡിൽ നിന്നും താഴേക്ക് വലിച്ചിട്ടു. ഡാ, ആ പിശാച് ഉറങ്ങി. അത് പറഞ്ഞുകൊണ്ട് റോഷൻ കബോർഡ് തുറന്നു. അവിടെ കണ്ണുകൾ അടച്ച് അനക്കമറ്റിരിക്കുന്ന മെർലിനെ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. മെർലിൻ്റെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്താടാ, എന്തു പറ്റി? എല്ലാം താൻ കൂടി അറിഞ്ഞിട്ടല്ലേ? പിന്നെന്തിനാ ഈ സങ്കടം? ആ ചോദ്യത്തോടെ അവൻ അവളെ നെഞ്ചോട് ചേർത്തു. മെർലിൻ വാവിട്ട് കരഞ്ഞു. അല്ലടാ, പെട്ടെന്ന് എല്ലാം കണ്ടപ്പോൾ സഹിക്കാനായില്ല. എന്നാലും ഒരു പെണ്ണിന് എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചെയ്യാനാകുക? ഒരേ സമയം ഒരുപാട് പുരുഷന്മാരെ. ആദ്യം സച്ചുവേട്ടൻ, പിന്നെ ഋഷി, ഇപ്പോൾ നീയും. മെർലിൻ കണ്ണീരോടെ ചോദിച്ചു. എടാ, താൻ ചിന്തിക്കുന്നത് പെണ്ണിനെ പറ്റിയാണ്. ഇവൾ അതല്ല. പെണ്ണിൻ്റെ രൂപമുള്ള യക്ഷിയാണിവൾ. ആണിൻ്റെ രക്തം ഊറ്റി കുടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവൾ. അത് വിട്. മമ്മി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇത് നമ്മുടെ രാത്രിയാ. നമ്മുടെ ജീവിതം തകർത്തെറിയാൻ വന്ന ഇവൾക്ക് മുൻപിൽ തന്നെ നമ്മുടെ സന്തോഷവും നമ്മുടെ പ്രണയവും ഒക്കെ വാനോളം ഉയരണ്ടേ? റോഷൻ്റെ ശബ്ദത്തെ പ്രണയം നിറഞ്ഞിരുന്നു. കുറേയേറെ നേരം അവർക്കിടയിൽ എന്തെന്നില്ലാത്ത നിശബ്ദത പടർന്നു കയറി. റോഷൻ, ഞാനെന്ന് ചോദിച്ചാൽ നീ സത്യം പറയുമോ? ശരിക്കും നിനക്ക് എന്നോട് പ്രണയമുണ്ടോ? അതോ ആർക്കെങ്കിലും വേണ്ടി നീ എന്നെ കഷ്ടപ്പെട്ട് പ്രണയിക്കുന്നതാണോ?
മെർലിനിൽ നിന്ന് ആ ചോദ്യം ഉയർന്നപ്പോൾ റോഷന് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. എടാ, ഇനിയും നിനക്കെൻ്റെ മനസ്സ് കാണാനാകുന്നില്ലേ? എൻ്റെ പ്രണയം നിനക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? തകർന്ന ഹൃദയത്തോടെ റോഷൻ ചോദിച്ചു. അല്ലടാ, ഞാൻ ജാസ്മിനെ നോക്കുകയായിരുന്നു. അവൾ എത്ര സുന്ദരിയാ! ഒരാണിൻ്റെ ഹൃദയത്തിൽ കൂടെ ഇരിക്കാനും മാത്രം സുന്ദരി. അവളെപ്പോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ ഒരിക്കൽ വല്ലാതെ പ്രണയിച്ചു പോയ ഒരു പുരുഷന് അത്രയൊന്നും പകിട്ടില്ലാത്ത ഒരു പെണ്ണിലേക്കുള്ള ദൂരം കുറച്ച് കൂടുതലല്ലേ? മെർലിൻ്റെ വാക്കുകളിൽ സ്വയം ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? റോഷനെ പറ്റിയ ഒരു തെറ്റ് മാത്രമാണ് ജാസ്മിൻ. ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം അത് അവളുടെ ശരീരത്തിൽ മാത്രമല്ല, അവളുടെ സ്വഭാവത്തിൽ കൂടിയാണ്. അത് തിരിച്ചറിയാൻ ഞാൻ അല്പം വൈകിപ്പോയി. അത് സത്യമാ. പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്നു, നീയാണ് എൻ്റെ പ്രണയം. ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള എൻ്റെ പ്രണയിനി. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് എന്തെന്നില്ലാത്ത തിളക്കമുണ്ടായിരുന്നു. മെർലിൻ പതുക്കെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. കിടക്കണ്ടേ? കുറേയേറെ നേരം കഴിഞ്ഞപ്പോൾ റോഷൻ ചോദിച്ചു. ജാസ്മിൻ, രാവിലെ 10 മണി വരെ അവളെ പേടിക്കേണ്ട. ആ നാശം എവിടെയെങ്കിലും കിടക്കട്ടെ. റോഷൻ പുച്ഛത്തോടെ ജാസ്മിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ സച്ചുവേട്ടൻ്റെ മുറിയിൽ കിടന്നോളാം, നീ ഉറങ്ങിക്കോ. അത് പറഞ്ഞുകൊണ്ട് അവൾ പതുക്കെ എഴുന്നേൽക്കാൻ തുടങ്ങി. അത് പറ്റില്ല, മമ്മിക്ക് വാക്കു കൊടുത്തതാ. അതുകൊണ്ട് ഈ രാത്രി ഇവൾക്ക് മുൻപിൽ നമ്മൾ ഒരുമിച്ചുണ്ടാകണം, പ്ലീസ്. അവളെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് റോഷൻ പതുക്കെ ബെഡിലേക്ക് ചാഞ്ഞു. മെർലിൻ, നീ ഉറങ്ങിയോ? അവളുടെ കണ്ണുകളെ മറച്ചുകൊണ്ട് ചിതറിക്കിടന്ന മുടിയിഴകളെ ഒതുക്കി മാറ്റിക്കൊണ്ട് അവൻ പ്രണയാർദ്രമായി ചോദിച്ചു. ഇല്ല. ശാന്തമായ മറുപടി. ദേ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഈ രാത്രി ഇങ്ങനെ ഉറങ്ങിക്കളയണോ? നമുക്ക് പറയാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളില്ലേ? റോഷന്റെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. അത് കേട്ട് പുഞ്ചിരിയോടെ അവൾ ഒന്ന് തിരിഞ്ഞു കിടന്നു. ഡാ, ഇനിയും തീർന്നില്ല നിന്റെ പിണക്കം? നീ ഇല്ലാതെ ഈ റോഷന് പറ്റില്ലടാ. പിന്നെ എന്തിനാണ് എന്നോട് ഈ അകൽച്ച? നിന്റെ മൗനം എനിക്ക് താങ്ങാനാകുന്നില്ല. അത് പറയുമ്പോൾ റോഷന്റെ ശബ്ദമിടറി. അവനിൽ ഒരു തേങ്ങൽ നിറയുന്നത് അവളുടെ മനസ്സ് തൊട്ടറിഞ്ഞു. മരണത്തിനല്ലാതെ ഒന്നിനും എന്നെ നിന്നിൽ നിന്നും അകറ്റാനാവില്ലടാ. ഈ ലോകത്ത് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നതും നിന്നെ തന്നെയാ. അതിന് അന്നും ഇന്നും ഒരു മാറ്റവുമില്ല. നിനക്കത് മനസ്സിലായത് ഇപ്പോഴാണെന്ന് മാത്രം. പക്ഷേ എൻ്റെ സച്ചുവേട്ടൻ. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ തേങ്ങി. ഡാ, കുറച്ച് വൈകിപ്പോയെങ്കിലും ഇപ്പോഴീ ഹൃദയം ഇടിക്കുന്നത് നിനക്ക് വേണ്ടിയാ. എൻ്റെ പ്രാണനാണ് നീ. അവൻ്റെ ചുടുനിശ്വാസം ചെവികളെ വാരിപ്പുണർന്നപ്പോൾ സൂസന്റെ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് വന്നു. അവൾ നാണത്താൽ ഒന്ന് കുറുകി. ഈ രാത്രി ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഒരുപക്ഷെ ഇനിയുള്ളത് തങ്ങളുടെ വിവാഹശേഷമുള്ള രാത്രിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ ഈ രാത്രിയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കണം. മനസ്സ് തുറന്ന് പ്രണയിക്കണം. ആ ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ അവളും ഒരു സാധാരണ പെണ്ണായി മാറുകയായിരുന്നു. റോഷന്റെ കൈകൾ തന്നിൽ മുറുകുമ്പോൾ ദുർബലമായ ഒരു എതിർപ്പ് അവളിലുമുണ്ടായി. പക്ഷെ പതുക്കെ അവളിൽ ആഴമായ പ്രണയം നിറഞ്ഞു. ആ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതലെടുത്തു. അവൻ്റെ ഹൃദയസ്പന്ദനം പ്രണയ സംഗീതമായി അവളിലേക്ക് പെയ്തിറങ്ങി. റോഷ്, ഈ രാത്രി അവസാനിക്കാതിരുന്നെങ്കിൽ. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. മെർലിൻ. അവളുടെ മുഖം കൈകളിലേക്ക് എടുത്ത് ആ കണ്ണുകളിലേക്ക് നോക്കി അവൻ വിളിച്ചു. കണ്ണുകളിൽ പ്രണയമഴ ആർത്തിരമ്പി പെയ്തിറങ്ങുമ്പോൾ അവളുടെ ചുണ്ടുകൾ ഗുൽമോഹർ വർണ്ണമായി ഒരു ചുംബനത്തിനായി വിറകൊണ്ടു. വർഷങ്ങളായി ഉള്ളിൻ്റെ ഉള്ളിൽ കാത്തുവെച്ച പ്രണയ സമ്മാനത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു ആ പെൺഹൃദയം. തങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ കടന്നുവന്ന ആ പടുജന്മത്തിന് മുൻപിൽ അവർ സ്വയം മറന്ന് ആഞ്ഞു ചുംബിച്ചു. മനസ്സ് കൈവിട്ടുപോയ ആ ഒരു നിമിഷത്തിൽ പരസ്പരം ആഴത്തിൽ ഇറങ്ങാൻ അവർ വെമ്പൽ കൊണ്ടു. പക്ഷേ ആ നിമിഷം മെർലിൻ്റെ ചിന്തയിലേക്ക് പാപബോധം കടന്നു വന്നു. അവൾ അവനെ തള്ളിമാറ്റി. സോറിഡാ, ഞാൻ അറിയാതെ. റോഷൻ അവളെ ചേർത്ത് പിടിച്ചു. ഒന്നും നിന്റെ തെറ്റല്ല. ഇത് മനുഷ്യ ശരീരത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ചില നിമിഷങ്ങളിൽ നമുക്ക് സാധിക്കാതെ വരുന്നത് സ്വാഭാവികം മാത്രം. അതുകൊണ്ട് ഈ രാത്രി ഞാൻ സച്ചുവേട്ടൻ്റെ മുറിയിൽ കിടന്നോളാം. നമുക്ക് പൂർണ്ണമായി അറിയാനായി ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ. വിവാഹമെന്ന കൂതാശയിലൂടെ എന്നാണോ നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നാകുന്നത് അന്നു മതി നമ്മുടെ വികാരങ്ങളുടെ പൂർത്തീകരണം. മെർലിൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ റോഷന് മെർലിനെ പറ്റി എന്തെന്നില്ലാത്ത മതിപ്പ് തോന്നി. മെർലിൻ, ഞാൻ ഇനി കൺട്രോൾ ചെയ്തോളാം. വിവാഹം കഴിയാതെ നിന്റെ ശരീരം ഞാൻ ആഗ്രഹിക്കില്ല. സത്യം, ഒന്നും വേണ്ട. നിന്നെ കെട്ടിപ്പിടിച്ച് ഇന്ന് രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങാതിരിക്കണം. എന്നെ പൂർണ്ണമായി വിശ്വസിക്കാനാകുന്നെങ്കിൽ. അവൻ അവൾക്ക് നേരെ കൈനീട്ടി. അവൾക്ക് ഒന്നും ആലോചിക്കാനില്ലായിരുന്നു.
അവൾ ഒരു പുഞ്ചിരിയോടെ ആ നെഞ്ചിലേക്ക് തല ചായച്ചു കിടന്നു. ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു രണ്ടുപേർക്കും. പുലർച്ചെ 8 മണിവരെ അവരാ കിടപ്പ് കിടന്നു. മെർലിൻ ഉണരുമ്പോൾ റോഷൻ നല്ല ഉറക്കത്തിലായിരുന്നു. അവന്റെ നെറ്റിയിൽ ഒരു മധുര ചുംബനം നൽകിക്കൊണ്ട് അവനെ ഉണർത്താതെ അവൾ പുറത്തേക്ക് നടന്നു. പുതിയ പ്രഭാതം, പുതിയ സന്തോഷങ്ങൾ. അവൾ നിറഞ്ഞ മനസ്സോടെ ബാൽക്കണിയിൽ കൈവിരിച്ചു നിന്നു. പുറകിൽ നിന്നും തന്നെ വരിഞ്ഞു മുറുക്കുന്ന കൈകളെ അവൾ മുറുകെ പിടിച്ചു. മനോഹരമായ പുഞ്ചിരി ആ മുഖത്ത് വിടർന്നു. ആരോ ഒരാൾ തുടരും. കൂട്ടുകാരെ, നമ്മുടെ കഥ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കില്ലേ. അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.